we talk about the stars, we talk about artificial intelligence. But while most people are busy predicting the future, our next speaker is busy building it. One automated system, one student, and one breakthrough at a time. Imagine a journey that spans over 15 years. A journey that started with a vision to bridge the gap between a dusty textbook and a high-functioning innovation lab. He is the founder and CEO of Unique World Robotics, an edtech powerhouse that has turned the UAE and India into a global playground for young innovators. Under his leadership, his team didn't just participate on world stage, they dominated it. He spearheaded the world's largest NASA Space Apps Challenge in 2025. He led Team UAE to their first ever gold and silver medals at the first global challenge, the Robotics Olympics. And he has mentored over 1,800 students in a single hackathon, proving that when it comes to STEM, aka science, technology, engineering, and mathematics, am I right, sir? There are no limits, only horizons waiting to be crossed. Mr. Banson George Thomas, he is more than just an entrepreneur. He is a STEM career coach and a global thought leader who believes that the greatest skill we can teach next generation is the courage to innovate. Please join me in giving a massive SkillX welcome to the visionary behind the robotics revolution, Banson Thomas George. And he will be speaking on the topic, Future Skills Greater Than Future Jobs, Preparing Gen Z for the Automation Era. Welcome you, sir. ആധുനിക കാലത്തിൻ്റെ ചടുലതയിലേക്ക് പുതിയ തലമുറയ്ക്ക് നവവാതായനങ്ങൾ തുറന്നു നൽകിയ ബാൻസൺ തോമസ് ജോർജ് ആഗോളതലത്തിൽ ശ്രദ്ധേയനായ റോബോട്ടിക്സ് സംരംഭകനും പരിശീലകനുമാണ്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ല ഭംഗിയുള്ള ഒരു ഇൻട്രൊഡക്ഷന് നന്ദി. So I was informed that like, we have students between the age of 18 to 22 students. Yeah. അപ്പം നിങ്ങൾ 22 കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് പ്രശ്നമൊന്നുമല്ല. That was my understanding. Okay. അപ്പം 22-നുള്ളാണെങ്കിൽ യു കോൾ യുവർ സെൽഫ് എസ് ജെൻസി. അത് എനിക്കൊത്തിരി പ്രായമായി, അതുകൊണ്ട് ജെൻസി എന്താ ജെൻ ആൽഫ എന്താ വലിയ പരിചയമൊന്നുമില്ല. ബീറ്റ അല്ലെന്നറിയാം. അത് നിങ്ങൾ എന്തിൽപ്പെടുന്ന? ഓ, ജെൻസി ആണല്ലേ. ഞാനൊക്കെ 80s കിഡ്സാ. നല്ല പ്രായമുണ്ട്. ഓക്കെ, 80s ആരും ഇല്ലല്ലോ അല്ലേ? അപ്പം എക്സ്പീരിയൻസ് കൂടുതലുണ്ട്. ഓക്കെ, സോ ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ ഐ എം വെരി എക്സൈറ്റഡ്. കാരണം സ്കിൽവേഴ്സിറ്റിയെ പറ്റി ഈ ഒരു ഇൻവിറ്റേഷൻ വന്ന സമയത്ത് ഐ വെൻ ത്രൂ. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് എനിക്ക് കൂടുതൽ ഇൻഫർമേഷൻ ഉള്ളത്. പിന്നെ ക്രിസ്റ്റഫർ പറഞ്ഞു, പിന്നെ മെറീന സംസാരിച്ചപ്പം പറഞ്ഞത് ദ എഫേർട്ട് ദാറ്റ് യു ആർ ടേക്കിംഗ് ഈസ് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. റിയലി ഗ്രേറ്റ് ദാറ്റ് യു ആർ ടേക്കിംഗ് ദിസ് ഇനീഷ്യേറ്റീവ്. സോ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു സ്റ്റോറി പോലെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻറ്ററപ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻറ്ററപ്റ്റ് ചെയ്യാം, അല്ലാതൊരു ഭയങ്കര ഫോർമാലിറ്റിയിൽ നമുക്ക് പോകണ്ട. സോ ഞാൻ ഇവിടെ ഇപ്പം കൊച്ചിയിൽ നിൽക്കുന്നു. ദുബായിലൊരു ബേസ് ഉണ്ട്. ഇപ്പം കൊച്ചിയിൽ നിൽക്കുമ്പോൾ ഞാൻ ചുമ്മാ പറയും ഐ എം ബേസ്ഡ് ഔട്ട് ഓഫ് ദുബായ്. കുറച്ച് ഗുമ്മ് കിട്ടാൻ വേണ്ടിയല്ലേ, തള്ളി മറിക്കണമല്ലോ, തള്ളലിൻ്റെ ഒരു കാലമല്ലേ. അപ്പം ദുബായിലാണ് ബേസ് ചെയ്തേക്കുന്നത്. അതെ, NRI, നാറിയല്ല, NRI ആണ്, തെറ്റിപ്പോരുത്. ഓക്കെ, സോ ആ സ്റ്റേറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 151 ദിവസം എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് അവിടെ നിൽക്കും, ബാക്കി ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, സോ 2019 I started a company in UAE called Unique World Robotics. പക്ഷേ 2017 എൻഡായപ്പം കേരളത്തിൽ ഒരു കമ്പനി തുടങ്ങി. പേര് ഞാൻ പറയുന്നില്ല, കാരണം കുറച്ച് കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. 2017 തുടങ്ങി, തൃശ്ശൂർ എന്ന സ്ഥലത്താട്ടോ ആദ്യം തുടങ്ങിയത്. കാരണം നാടിനോട് ഭയങ്കര സ്നേഹമാണ്. റോബോട്ടിക്സ് AI കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഭയങ്കര പ്രതീക്ഷയായിരുന്നു, കാരണം നാടിന് ഒരു മാർഗദർശികളായി ആദ്യമേ തുടങ്ങുന്നു, റോബോട്ടിക്സ് വരുന്നു. ഞങ്ങളൊരു സർവേ ഒക്കെ തൃശ്ശൂർ റൗണ്ടിലൊക്കെ നടത്തിയായിരുന്നു, ആൾക്കാരൊക്കെ എങ്ങനെ ഈ ഒരു സംഭവം എടുക്കുന്നതനുസരിച്ച്. അപ്പോൾ അന്ന് റോബോട്ടിക്സിനെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ഓട്ടോ ഡ്രൈവേഴ്സ് ഉൾപ്പെടെയുള്ള അവിടെ ദൈനംദിന ജീവിതം നയിക്കുന്ന ആൾക്കാരോട് വരെ നമ്മളൊരു പൾസ് എടുത്തിരുന്നു. അതിൻ്റെ വീഡിയോ ഇപ്പോൾ നമ്മളിലുണ്ട്. സോ അന്ന് ഈ റോബോട്ടിക്സ് അല്ലെങ്കിൽ റോബോട്ട്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്കൊരു എക്സൈറ്റ്മെൻറ്റിനേക്കാളും ഒരു അവജ്ഞയായിരുന്നു കേട്ടോ. എനിക്ക് കോവിഡിനോട് ഒത്തിരി നന്ദിയുണ്ട്. ഞാനൊരു ദുരന്തനാണെന്ന് വിചാരിക്കരുത്, പക്ഷേ കോവിഡ്
കൊണ്ട് മാത്രം ഗുണമുണ്ടായ ഒന്ന് രണ്ട് മേഖലയാണ് ഞാനൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു മേഖല. ആൾക്കാർ ദേ ഗോട്ട് വെരി എക്സൈറ്റഡ്. കാരണം കോവിഡ് കാരണം ഒരു പണിയും ചെയ്യാതെ വീട്ടിൽ കുത്തിയിരുന്നപ്പം ദേ അണ്ടർസ്റ്റുഡ് ദാറ്റ് ടെക്നോളജി ഈസ് ദ ഓൺലി വേ ദാറ്റ് വി ക്യാൻ ഗോ ഫോർവേഡ്. അതില്ലെങ്കിൽ നൈസായിട്ട് വീട്ടിൽ കുത്തിയിരിക്കുക അല്ലേ. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് കേരളത്തിൽ നമുക്ക് ഇനീഷ്യൽ ഡേയ്സിൽ ഒത്തിരി ചാലഞ്ച് ഉണ്ടായിരുന്നു ബിക്കോസ് ഓഫ് ദി ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മുടെ ഇവിടെ ലോക്ക്ഡൗൺ ഒക്കെ വന്നതെന്ന് ഓർമ്മയുണ്ടോ? 2020 മാർച്ച് ഒക്കെ സമയമാണ്. പക്ഷേ നവംബർ ഡിസംബറിലൊക്കെ ഒരു പാവം ഇറ്റലിക്കാരൻ വന്നപ്പോൾ അവനെ നമ്മൾ കണ്ടം വഴി ഓടിച്ചല്ലേ. മനോരമ ഒരു റോഡ് മാപ്പൊക്കെ ഉണ്ടാക്കി ഓർമ്മയുണ്ടോ? മറ്റേ റാന്നിയിലെ ഒരു അമ്മച്ചി പരത്തെറിയല്ലേ വിളിച്ച പാവം മനുഷ്യനെ ഇറ്റലിയിൽ നിന്ന് വന്നു പോയതിന്. അപ്പോൾ ഈ മാർച്ചിൽ കോവിഡ് ലോക്ക്ഡൗൺ ഒക്കെ വന്ന സമയത്ത് UAE ഞങ്ങളുടെ ഒരു അക്കാഡമിക് കലണ്ടർ പോകുന്നത് ഓഗസ്റ്റ് ടു ജൂണാണ് കൂടുതലും. ഇന്ത്യൻ സ്കൂൾസ് ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യും പുതിയ അക്കാഡമിക് ഇയർ. പക്ഷേ വെക്കേഷൻ നമുക്ക് ജൂലൈ ഓഗസ്റ്റ് സമയത്താണ് കൂടുതൽ വരുന്നത്. അതായത് വി ഡിഡ്ന്റ് ഹാഡ് ടൈം ടു സ്വിച്ച്. ബട്ട് ട്രസ്റ്റ് മീ, the day one onwards, the Dubai schools were able to completely switch to online education. അത് കോവിഡ് വരുന്ന പ്രതീക്ഷിച്ചൊന്നുമല്ല. ഇൻഫ്രാസ്ട്രക്ചർ വാസ് ദെയർ. ബട്ട് വി കേരള നല്ലപോലെ നമ്മൾ എഡ്യൂക്കേഷനിൽ ബുദ്ധിമുട്ടിയെങ്കിലും വി കുഡ് മാനേജ് മെനി തിങ്സ്. ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ I just want to make you understand the importance of getting adapted to new changes. So I'm not trying to bring things down only to automation. Rather, I'm just trying to bring, ഈ ഡീപ്പ് സ്കിൽസ് ഉണ്ടാവേണ്ട ഒരു ഇമ്പോർട്ടൻസ് അതിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സോ കോവിഡിന് നിങ്ങൾ ഈ പത്രം ഒന്നും വായിക്കുന്നവരല്ലാന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. വേണ്ട, വീഡിയോസ് കാണുന്നവരാണെന്നറിയാം. അതെ, പല വീഡിയോസ് ഉണ്ടല്ലോ, പല ടൈപ്പിലുള്ള വീഡിയോസ്. ഓക്കെ, അപ്പോൾ ഏത് വീഡിയോസ് ആയിക്കോട്ടെ, 2020 മാർച്ചിൽ ഞാൻ നാട്ടിലുണ്ടായിരുന്നു. മനോരമക്കാർ അതറിയാൻ എൻ്റെ ഭാഗ്യം. ഉണ്ടായിരുന്നെങ്കിൽ അസാധ്യ റോഡ് മാപ്പ് അവർ വരച്ചേനെയും. ആ സമയത്ത് നാട്ടിൽ വരുന്നവരോടുള്ള ഇൻസ്ട്രക്ഷൻ എന്തായിരുന്നറിയോ? നമ്മൾ പുറത്തുനിന്ന് വന്നവരാണെങ്കിൽ നിയറസ്റ്റ് പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ വിളിച്ചറിയിച്ചിരിക്കണം നമ്മൾ നാട്ടിൽ വന്നിട്ടുണ്ടെന്നുള്ളത്. അത്രയും മര്യാദ ഞാൻ കാണിച്ചു. ഞാനാണ് ദുബായിൽ നേരെ അന്ന് പത്തടിപ്പാലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. നെറ്റിൽ നോക്കി വിളിച്ചു. ഫോൺ നമ്മുടെയൊക്കെ ഒരു കേരളത്തിൽ വേറൊരു ഗുണമുണ്ട് കേട്ടോ. ഈ നമ്മൾ കസ്റ്റമർ കെയർ നമ്പറൊക്കെ എല്ലായിടത്തും എഴുതി വെക്കും. നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്, വളരെ റെയറായിട്ടായിരിക്കും ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ അവയർനെസ് കൊടുക്കാൻ നമ്മൾ അവയർനെസ്സിന് അങ്ങേറ്റം വേറെ പുലികളാണ് കേട്ടോ. അവയർനെസ് നമ്മളെ കഴിഞ്ഞ ആൾക്കാരുള്ളൂ. പക്ഷേ അവയർനെസ് കഴിഞ്ഞിട്ട് അത് എക്സിക്യൂഷനിലേക്ക് വരുമ്പം കുറച്ചൊരു ഡിഫറൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം ഞാൻ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ കുറേ വിളിച്ചു, കിട്ടിയില്ല. പിന്നെ എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞല്ലോ. വീട്ടിൽ കുത്തിരിക്കുന്ന സ്വഭാവം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഓൺട്രപ്രണേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും മിക്കവരും ഓൺട്രപ്രണേഴ്സ് ആവുന്നത്. വളരെ സാത്വികന്മാരൊക്കെ ഓൺട്രപ്രണേഴ്സായി വളരെ ചുരുക്കം പേരെ കാണാറുള്ളൂ. ഇനി ശ്രീധർ വേമ്പു ഒക്കെ വലിയ സാത്വികനാണ്. ഇപ്പം ഒക്കെ എങ്ങനെയാണ്, പണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. സോ എനിവേ ഐ ബിലീവ് ഹൈ എനർജി ഉള്ളവർ ഒത്തിരി പേര് ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരാറുണ്ട്. അപ്പോൾ വീട്ടിൽ കുത്തിരിക്കാൻ ബുദ്ധിമുട്ട് കാരണം അന്ന് ഞാൻ തൃശ്ശൂർക്ക് പോയി, എറണാകുളം ജില്ലയിൽ നിന്ന് കോട്ടയം ജില്ലയിൽ വന്നു. എപ്പോഴൊക്കെ ഞാൻ വിദേശ നാട്ടിൽ വരുന്നോ അന്നൊക്കെ എൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. ഞാൻ അത്തോണം മാത്രം എൻ്റെ വീട്ടിൽ പോയില്ല, പക്ഷേ ഭാര്യ വീട്ടിൽ പോയി. മാർച്ച് 18-ാം തീയതി ഞാൻ കൊച്ചിയിൽ നിന്ന് ദുബായ് എത്തി. 19-ാം തീയതി UAE ലോക്ക്ഡൗൺ ആയി. ഞങ്ങൾ സ്റ്റാൻഡേർഡ് കാരണം ലോക്ക്ഡൗൺ എന്ന് വിളിക്കത്തില്ല, സ്റ്റെറിലൈസേഷൻ എന്ന് പറയും. അതായത് അവിടെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ അല്ലേ ശരിയാക്കാൻ വേണ്ടി, ഞാൻ കള്ളം പറയുന്നതല്ല, ഇത് റെക്കോർഡിങ് അല്ലേ, മലയാളത്തിൽ പറയാം. മറ്റേ യുണൈറ്റഡ് അവിടെയുള്ള ആ സ്ഥലം ആക്ച്വൽ ഡിഗ്രി ടെമ്പറേച്ചർ 59 ഡിഗ്രി ആണെങ്കിൽ 49 കാണിക്കാൻ, ഗൂഗിളിനെ കൊണ്ട് 49 കാണിക്കാൻ കഴിവുള്ള ഒരു രാജ്യത്താണ് നിൽക്കുന്നത്. കാരണം വി ലിവ് ഓൺ ടൂറിസം, വി ലിവ് ഓൺ ട്രേഡിങ്. ഇപ്പം വേറെ രാജ്യക്കാരുടെ വരണം. ഈ ടെമ്പറേച്ചർ കൂടെ എന്താ പ്രശ്നം അറിയോ? അതത് രാജ്യക്കാർ അവരവരുടെ സിറ്റിസൺസോട് പറയും ദിസ് ഈസ് എ ഹോട്ട്സ്പോട്ട്, നിങ്ങൾ അവിടെ പോകാൻ പാടില്ല എന്നുള്ളത്. ഞാനിത് കള്ളം പറയുന്നതല്ല. എൻ്റെ ഫ്രണ്ട് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എക്യുപ്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ നട്ടുച്ചയ്ക്ക് ഈ ഡിവൈസ് യൂസ് ചെയ്ത് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്ത് 59.3 ഡിഗ്രി. ആ സമയത്ത് ഓൺലൈനിൽ നോക്കുമ്പം 49 ഡിഗ്രി. പക്ഷേ പത്രക്കാർ വേന്ദ്രന്മാരെ പിറ്റേ ദിവസത്തെ പത്രത്തിൽ ദുബായ് ക്ലോക്ക്ഡ് the 49 ഡിഗ്രി ഫെൽറ്റ് ലൈക്ക് 59 ഡിഗ്രി എന്ന്. ഞങ്ങൾ കള്ളം പറയുന്ന സ്വഭാവമില്ല, പക്ഷേ ചില സത്യങ്ങൾ ഞങ്ങൾ മാറ്റിവെക്കും. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു രാജ്യത്തിൽ നിന്ന് ഇപ്പം മാർച്ച് 19 ലോക്ക്ഡൗൺ വരുന്നു. ഈ ലോക്ക്ഡൗൺ വന്ന സമയത്ത് ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് പോയി. എൻ്റെ മുമ്പിലൊരു പാവം ചേട്ടനും ചേച്ചിയും ചുമ്മാ ഒന്ന് ചുമക്കട്ടെ, നമുക്കെന്താ കുഴപ്പം. അപ്പോൾ അവരോട് അവിടുത്തെ പോലീസ് പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്യണം ടെമ്പറേച്ചർ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നാട്ടിൽ ചെക്ക് ചെയ്തിട്ടാണ് വന്നത്, പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. ഇനീഷ്യൽ ഡേയ്സ് ആയതുകൊണ്ട് നമ്മളും വി ടുക്ക് ലിറ്റിൽ ലൈറ്റ്ലി. സോ ദെൻ അങ്ങനെ അവർ മുമ്പോട്ട് പോയി.
അവർ ചുമച്ചുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, മാനസിക സമ്മർദ്ദമാണെന്ന് അറിയത്തില്ല, ഞാനും കുറച്ചൊക്കെ ചുമയ്ക്കാൻ തുടങ്ങി. പക്ഷെ ചുമയ്ക്കുമെങ്കിലും നമ്മളോട് ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കയ്യും ഇതൊക്കെ അല്ലേ സ്റ്റെറിലൈസ് ചെയ്യാൻ പറഞ്ഞേ. ഞാൻ എൻ്റെ ആകമാന ബോഡിയെ സ്റ്റെറിലൈസ് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു കേട്ടോ. കാരണം ഈ വൈറസൊക്കെ അകത്തും വരാമല്ലോ അല്ലേ, നമ്മുടെ വൈറസിനെ അകത്തുനിന്നും കളയണ്ടേ. ഞങ്ങൾ വളരെ ആഞ്ഞ് ശ്രമിക്കുമായിരുന്നു. ഒരു ദിവസം പോലും വിടാതെ ഞങ്ങൾ സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ടിരുന്നു ആകമാന ബോഡീനെ. അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ചുമ കൂടി കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റ് ചെയ്യാൻ പോയി. അപ്പം ഞങ്ങളുടെ ഈ ആൾക്കാർ പാനിക് കാരണം ഒത്തിരി ഫേക്ക് ടെസ്റ്റ് നല്ല പേടി കാരണം പോയി ചുമ്മാ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ടെസ്റ്റിന് അവന്മാർ കുറച്ച് റേറ്റ് അങ്ങ് വെച്ചു, 150 ദിർഹം കണ്ട്. ഇപ്പം കുറച്ച് കൂടുതലാണ് റേറ്റ്. അപ്പോൾ അതുകൊണ്ട് അന്ന് ഏകദേശം ഒരു 3000 റുപ്പീസിനടുത്ത്. ഒരു ടെസ്റ്റൊക്കെ 3000 രൂപ. ആലോചിക്കും, ഒരു റൂമിൽ ഒരു 10 പേരൊക്കെ ഉണ്ടെങ്കിൽ നല്ല ചിലവാണ്. അപ്പം പോയി ടെസ്റ്റ് ചെയ്തു. റിസൾട്ട് കുറച്ച് ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. പക്ഷേ സ്റ്റെറിലൈസേഷൻ ഞാൻ നിർത്തിയില്ല കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഞങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിനെ പുറത്ത് സ്റ്റെറിലൈസ് ചെയ്തില്ലെങ്കിൽ അകം സ്റ്റെറിലൈസ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു എൻ്റെ റൂമിലുള്ള എല്ലാവരും. ഒരുത്തൻ ഇല്ല കേട്ടോ, അവനാണെങ്കിൽ വളരെ നീറ്റ് പയ്യനാണ്. ബാക്കിയുള്ളവരെല്ലാം ഞങ്ങൾ സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഫോൺ കോൾ വന്നേ. അപ്പം നമുക്ക് നമ്മുടെ ഇവിടെ വരുമ്പോൾ കൂടുതലും മലയാളീസോ അല്ലെങ്കിൽ ഹിന്ദിയൊക്കെ സംസാരിക്കുന്നവരല്ലേ. ഇപ്പോൾ UAE കൂടുതലും ഈ കസ്റ്റമർ കെയറിൽ ഫിലിപ്പിനോസ് ഉണ്ട്. നിങ്ങൾ ഈ ഫിലിപ്പിനോസിൻ്റെ സംസാരം കേട്ടോന്നറിയില്ല. നമ്മൾ 5 വരെ ഒരു 5 എന്നാണ് പറഞ്ഞത്. PHIV പോലെയാണ് അവരുടെ പ്രൊണൗൺസിയേഷൻ വരുന്നത്. അപ്പം ഒരു പുള്ളിക്കാരി ഭയങ്കര എനർജറ്റിക്കായിട്ട് ഭയങ്കര സന്തോഷത്തോടെ വിളിച്ചു. ആ ചേച്ചി വിളിച്ചിട്ട്, ഹലോ ബെൻസൺ, ഹൗ ആർ യു? സുഖമായിട്ടിരിക്കുന്നു. ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നിട്ടില്ലേ? അവരോട് ചോദിച്ചു, ഡിഡ് യു ഡു കോവിഡ് ടെസ്റ്റ്? യെസ്. ആ പുള്ളിക്കാരി, ഓക്കെ, യു ആർ കോവിഡ് പോസിറ്റീവ്. എന്തോ വലിയ അച്ചീവ്മെൻ്റ്, ഒരു ഓസ്കാറൊക്കെ കിട്ടിയ പോലെ എന്നെ വിളിച്ച് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരുടെ സന്തോഷത്തിൽ ഞാനോർത്തു, പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കില്ലെന്നാണോ ഉണ്ടെന്നാണോ. ഒരു സെക്കൻഡ് ഞാൻ കൺഫ്യൂസ്ഡായി. പക്ഷേ അടുത്ത സെക്കൻഡിൽ കുറച്ചൊക്കെ വരുള്ളൂ എനിക്ക് മനസ്സിലായി, പോസിറ്റീവ് മറ്റേ നമ്മൾ HIV പോസിറ്റീവ് ഒക്കെ കേട്ടുള്ളതല്ലേ. കോവിഡ് പോസിറ്റീവ്, പണിവാളി, കോവിഡായി. അന്ന് ഞാൻ ബ്ലാങ്ക് ആയി കേട്ടോ, ഒരു കുറച്ച് മിനിറ്റത്തേക്ക്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞല്ലോ, മനോരമക്കാർ ഇറ്റലിക്കാരനെ ഓടിച്ചത് എൻ്റെ മനസ്സിൽ വന്നു. എൻ്റെ ഗതികേടിന് സ്വന്തം വീട്ടിൽ പോയില്ല, ഭാര്യ വീട്ടിൽ പോയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് തൃശ്ശൂർ, കോട്ടയം, ഈ ഭാഗം, പിന്നെ പറയാത്ത സ്ഥലത്തൊന്നും ഭാഗ്യം ഇത്തവണ പോകാഞ്ഞത് കൊണ്ട് റോഡ് മാപ്പ് വരയ്ക്കുമ്പോൾ വേറെ പേടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും അന്ന് ഭാര്യ വർക്ക് ചെയ്യുന്നതൊരു ധനകാര്യ സ്ഥാപനത്തിലായിരുന്നത് കൊണ്ട് അവരുടെ ഫ്ലോറിൽ ഒരു 19 പേര് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രഗ്നൻറ്റ് ലേഡീസ് ഉൾപ്പെടെ. പുള്ളിക്കാരി പച്ചത്തറി എന്നെ വിളിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഡോണ്ട് വറി, ഞാൻ ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷമായിരിക്കും സംഭവിച്ചത്, അതിന് മുമ്പല്ല. പുള്ളിക്കാരിയെ ഇനിയും ടെസ്റ്റ് ചെയ്യണമല്ലോ, കാരണം ഇനി എങ്ങാനും പുള്ളിക്കാരിയുടെ പോസിറ്റീവാണെങ്കിൽ തീർന്നു. ആ ബാങ്കിലെ 50 എണ്ണം അവരുടെ പ്രൈമറി കോണ്ടാക്ട്, സെക്കൻഡറി കോണ്ടാക്ട്, പിന്നെ ഞാനാണെങ്കിൽ തൃശ്ശൂർ പോയതിൻ്റെ കോണ്ടാക്ട് തീർന്നു, കട്ടപ്പുക. ഈ ഒരു മൊമെൻറ്റിൽ നിന്ന് ഭാഗ്യം നാട്ടിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ടെസ്റ്റ് പോസിറ്റീവായി നടന്നതിന് ശേഷം 6 ദിവസമായിട്ടും ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല കേട്ടോ UAE. ഞങ്ങൾ കണ്ണിക്കണ്ട് എല്ലാവരെയും വിളിച്ചു, നോട്ട് എക്സാജറേറ്റിംഗ്. അന്ന് V. മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നു, കേന്ദ്ര സഹമന്ത്രി. അദ്ദേഹത്തിൻ്റെ നമ്പർ വരെ പലയിടത്തു നിന്നും ഒപ്പിച്ച് വിളിച്ചു. 6 ദിവസമായിട്ടും ഒരു രക്ഷയില്ല. സിറ്റുവേഷൻ വാസ് സോ പാത്തറ്റിക് ദാറ്റ് UAE, ദുബായിൽ പോസിറ്റീവ് ആകുന്ന പല ആൾക്കാരെയും ബാത്റൂമിൽ ലോക്ക് ചെയ്യുന്ന റൂംമേറ്റ്സ് ഉണ്ടായിരുന്നു, നമ്മുടെ ബാൽക്കണിയിൽ കിടത്തുന്നവരുണ്ടായിരുന്നു. ഇത് റിയാലിറ്റി ആട്ടോ, വളരെ റിയാലിറ്റിയാണ്, ഒരു ഒട്ടുള്ള എക്സാജറേഷൻ ഇല്ല. പക്ഷേ എൻ്റെ റൂംമേറ്റ് സത്യം പറയാമല്ലോ, എനിക്ക് ഭയങ്കര ഒരു സ്നേഹം തോന്നിയ, സ്റ്റെറിലൈസേഷൻ്റെ ഒക്കെ സ്നേഹം തോന്നുന്നു. ഇവന്മാർക്ക് ഈ പോസിറ്റീവ് വരെ ഇവന്മാർ സ്നേഹമായിരുന്നു, അതിനുശേഷം സ്നേഹമാണ്. ഞങ്ങൾ 4 പേര് റൂമിൽ കിടക്കുന്നു, 2 ബെഡ് ചേർത്ത് വെച്ചെടുത്ത് ഞാൻ മാത്രം പിന്നെ ബെഡിലും എത്തേ കിടക്കുന്നു. ഇവന്മാർ തറയെ കിടക്കുന്നു, എനിക്ക് ഫുഡ് കൊണ്ട് തരുന്നു, പാത്രം കഴുകണ്ട എനിക്ക്, കഴിക്കുക, അവിടെ വെക്കുക, ബാത്റൂമിൽ പോയി കൈ കഴുകുക, ബാക്കി കാര്യങ്ങൾ വീണ്ടും കട്ടിൽ വരിക, കിടക്കുക. കുക്ക് ചെയ്യുന്നത് കൂട്ടുകാരന്മാർ, ഒരു കഷ്ടപ്പാടില്ല. കാരണം ഞങ്ങളുടെ റൂം കഴിഞ്ഞ് ബാക്കിയുള്ള 2 റൂമിലും കുറേ പേരുണ്ടേ, അവന്മാർ പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ല, അത് വേറെ കാര്യം. പക്ഷെ നമുക്ക് സേഫായിരുന്നു, സന്തോഷമായിരുന്നു. രാത്രിയിൽ ഇത്രയും നാളും ഈ വേറെ ഒന്നും ചെക്ക് ചെയ്യാത്തവൻ ഈ കോവിഡ് കൊണ്ട് ജീവിച്ചവരെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ സുഹൃത്ത്, ഒരു പേര് പറയണ്ട, റെക്കോർഡിങ് ആയതുകൊണ്ട് അവൻ എന്നെ ഇടിക്കും. എൻ്റെ കൂടെ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട് കമ്പനിയിൽ. അവൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു, അല്ല പല മെഷേഴ്സ് എടുത്തു, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ഇത്രയായിട്ടും എന്താണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ കാണിക്കുന്നത്, ആളെ ഐസൊലേഷൻ സെൻറ്ററിൽ കൊണ്ടുപോകേണ്ട, ആളുടെ ജീവൻ, ആൾക്ക് ശ്വാസം മുട്ടുന്നു, ഒന്നുമില്ല കേട്ടോ, അത്രയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ തള്ളി മറിച്ചു. തുർക്കിയിൽ നിന്നൊരു പെങ്കൊച്ച് റിപ്ലൈ അയച്ചു. അവൻ പിന്നെ അവളോട് ചാറ്റിംഗ് ആയിരുന്നു. വേർത്തൻ അവൻ്റെ കൂട്ടത്തിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചൊരു പെങ്കൊച്ച് നഴ്സിങ്ങിനൊക്കെ പോയി UK ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്.
അവൾ റിപ്ലൈ അയച്ചത്, ഇപ്പം ദുബായ് UK ഒരു 3.5 hours ഡിഫറൻസ് ഉണ്ട്. വെളുപ്പിന് 2 മണി ആയപ്പോഴത്തേക്ക് ഒരുത്തിന് ഈ ഇരുട്ടത്ത് കള്ളന്മാർ പോകുന്ന പോലെ പോകുന്നു. ചോദിച്ചെന്താ സംഭവം? അതെ, മാസ്ക് വെക്കണമെന്ന് വെളുപ്പിനെ 2 മണിക്ക് നേഴ്സ് പറഞ്ഞു. കാരണം അവൾക്ക് മെസ്സേജ് അയച്ചു, എൻ്റെ കൂട്ടുകാരി ഇങ്ങനെ പറ്റി കിടക്കുന്നു. അപ്പോൾ അവൾ പറഞ്ഞു സൂക്ഷിക്കണം, മാസ്ക് മുഖ്യം ബിഗിലേ. അപ്പോൾ അവനാണെങ്കിൽ രാത്രി 2 മണിക്ക് ഈ പണി ചെയ്യുന്നത്. പക്ഷേ റിസൾട്ടിന് തലേദിവസം വരെ മറ്റേ സ്റ്റെറിലൈസേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്ത് അവസാനത്തെ സ്റ്റെറിലൈസേഷൻ നമ്മൾ ലവ് സിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ സ്റ്റെറിലൈസേഷൻ ചെയ്തത് ഞങ്ങൾ. എന്നിട്ടും ഇവൻ മാസ്ക് വെച്ച് വെളുപ്പിന് 2 മണിക്ക്. കോവിഡ് കാരണമുള്ള ഗുണങ്ങളാണ്. അവസാനം മീഡിയ വണ്ണിലൊരു വാർത്ത വരുന്നു. പണ്ട് ഈ രമേശ് ചെന്നിത്തല ട്രോൾ ചെയ്തൊരു സാധനമുണ്ട്, ഉസ്മാനെ അവിടെ എല്ലാം ഓക്കെ അല്ലേ എന്ന്. മീഡിയ വണ്ണിൽ വാർത്ത, 8 ദിവസമായി കോവിഡ് ബാധിതനായ യുവാവ് ഐസൊലേഷൻ സെൻ്ററിൽ പോകാൻ പറ്റാതിരുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ ഇടപെടൽ മൂലം യുവാവിനെ ഐസൊലേഷൻ സെൻ്ററിലേക്ക് മാറ്റി. സത്യം കേട്ടോ, പുള്ളിയാണോ ഇടപെട്ടത് എനിക്കറിയാൻ മേല. ഈ 8 ദിവസം ശേഷം എന്നെ കൊണ്ടുപോകാനായിട്ട് ഒരു വണ്ടി വന്നു. ഈ പോസിറ്റീവാന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ ആ ബിൽഡിങ് മുഴുവൻ ഇവന്മാർ സ്റ്റെറിലൈസ് ചെയ്തു. കാരണം ആ നാട്ടിൽ നിങ്ങൾ ആലോചിക്കണം, കരാമ എന്ന് പറയുന്ന മലയാളികൾ തിങ്ങിപ്പറക്കുന്ന ഒരു സ്ഥലത്തെ ആദ്യത്തെ കോവിഡ് പോസിറ്റീവാണ്. ഇവന്മാർ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്ന ഒരു പിടുത്തമില്ല. PP കിറ്റൊക്കെ ഇട്ട് കൊണ്ടുപോകുന്നു. ഒരു ഗുണമുണ്ട്, അവിടെ കഴിക്കാനും കിട്ടും, ഇൻ്റർനെറ്റും കിട്ടും, ലാപ്ടോപ്പുണ്ട്, കയ്യിൽ ഫോണുണ്ട്. അത് മാത്രമാണ് ഒരു ആശ്വാസം. റൂമിൽ കയറി ഞാൻ ചില്ലായിട്ട് റൂമിൽ കയറുന്നത്. റൂമിൽ കയറി കഴിഞ്ഞപ്പോൾ ചെറിയൊരു പണി. കൂടെ ഉള്ളത് പാകിസ്ഥാനി. ദേശീയതയുടെ ഔന്നത്യത്തിൽ നിൽക്കുന്ന എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാരണം എനിക്ക് ഹിന്ദി അറിയാൻ മേല. അവനൊരു കൺസ്ട്രക്ഷൻ വർക്കറാണ്, അവന് ഇംഗ്ലീഷും അറിയാൻ മേല. എനിക്ക് ആകെ അറിയാവുന്നത് മലയാളം, ഇംഗ്ലീഷ്. അവൻ ആകെ അറിയാവുന്നത് ഹിന്ദിയും. പിന്നെ പാകിസ്ഥാനിൽ അവൻ്റെ നാടിൻ്റെ ഖുറം ഏജൻസി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ്റെ ബോർഡറിൽ എന്തോ ഒരു P വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വാക്ക്, ഒരു ലാംഗ്വേജ് ഉണ്ട്. എനിക്ക് ആ ലാംഗ്വേജിൻ്റെ പേര് മറന്നുപോയി. ഈ 2 ലാംഗ്വേജ് അവനറിയാം, എനിക്ക്. അപ്പം അച്ഛ, അമ്മയില്ല, നമ്മളെ ബഹുത്ത് അച്ഛ, അതൊക്കെ പറയാറിയാം. ആപ് കൈസേ ഹോ, ഹം ഹോ, അതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അത്ര മാത്രം അറിയത്തുള്ളൂ കേട്ടോ. ഞങ്ങളുടെ റൂമിൻ്റെ തണുക്കുന്നുണ്ടല്ലേ, ഞങ്ങൾക്കവിടെ നല്ല ചൂടായിരുന്നു. ഈ ജനലിൽ ഇവന്മാർ പുറത്തേക്ക് ഈ സൂര്യപ്രകാശം പോലും കാണാതിരിക്കാൻ വേണ്ടി ജനല് ബ്ലാക്ക് സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചിട്ട് സ്ക്രൂ ചെയ്ത് വെച്ചു. ഇവർ എന്നാ എനിക്കത്തില്ല, ജനൽ തുറക്കാൻ പോലും സമ്മതിക്കത്തില്ല. റൂമിന് പുറത്തിറങ്ങാൻ അനുവാദമില്ല. ഫുഡ് എങ്ങനെയാണെന്നറിയോ? ഫുഡ് കൊണ്ട് റൂമിന് പുറത്ത് വെക്കും, ബെല്ലടിക്കും, ഡോറ് തുറന്നിട്ട് ഫുഡ് എടുത്ത് കഴിച്ചോണം. പക്ഷെ 4 നേരം ഫുഡ് കിട്ടി. രാവിലെ നോൺ വെജ്, ഉച്ചയ്ക്ക് നോൺ വെജ്, 4 മണിക്ക് ഫ്രൂട്ട്സ് ആൻഡ് ജ്യൂസ്, പിന്നെ ഡിന്നറിന് വീണ്ടും നോൺ വെജ്. രാവിലെ ചിക്കൻ ആണെങ്കിൽ ഉച്ചയ്ക്ക് ബീഫ്, ഉച്ചയ്ക്ക് ബീഫാണെങ്കിൽ വൈകിട്ട് മട്ടൺ, ഇടയ്ക്ക് ഫിഷും. ആലോചിച്ച് നോക്കിയേ, സൂപ്പർ, ഒരു രക്ഷയില്ല. കാരണം ആ സമയത്ത് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അന്ന് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഫുഡിലൂടെ. ഓറഞ്ചൊക്കെ തകർത്ത് വെക്കുക. ഇവൻ അസാധ്യ പൊട്ടന കേട്ടോ. ഇവനോർത്ത് ഈ ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അസുഖം കൊണ്ട് കരുതി അവനോട് പറഞ്ഞു, ഞാൻ കഴിക്കുന്നില്ല, ബായ് കഴിച്ചോളാൻ. നിനക്ക് വേണ്ടിയല്ലേ, ഞാൻ കഴിച്ചോളടാ. സോ വി യൂസ് ടു സ്റ്റോക്ക്. എനിക്ക് ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. ഞങ്ങൾ 7 ദിവസം 6 ദിവസം കൂടുമ്പോൾ അവർ ടെസ്റ്റ് ചെയ്യും. ഫസ്റ്റ് ടെസ്റ്റ് എടുത്തു, ഞാൻ പോസിറ്റീവ്, അവനും പോസിറ്റീവ്. വീണ്ടും സങ്കടം വന്നു. സെക്കൻഡ് ടെസ്റ്റിൽ ഞാൻ നെഗറ്റീവായി, അവൻ വീണ്ടും പോസിറ്റീവായി. അവൻ പറഞ്ഞു, ബൈക്കറിയാവോ, ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് മാത്രമേ ഈ ഗവൺമെൻറ് എന്നെ ഇവിടെ പിടിച്ചിടുന്നതെന്ന്. അപ്പോൾ അവന് വേറെ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അവന് വിദ്യാഭ്യാസം എന്ന സാധനം തീരെയില്ല. കുറ്റം പറഞ്ഞതല്ല, അത് അവൻ്റെ അവസ്ഥയാണ്. പാകിസ്ഥാൻകാരൻ 7 ദിവസത്തിൽ ഒരു ദിവസം അവൻ കുളിക്കുന്നത്. 9-10 ദിവസം അവനാണെങ്കിൽ അവൻ പാനിക്കാകാൻ തുടങ്ങി. ലിറ്ററലി ഐ ഹാവ് ദ വീഡിയോ. കിട്ടുന്ന സ്പൂണൊക്കെ വെച്ച് നമ്മുടെ ഈ സ്ക്രൂ ഒക്കെ ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. അപ്പം അവനോട് പറഞ്ഞു, മോനെ ഇരിക്കും, എൻ്റെ ലാപ്ടോപ്പ് ഉണ്ട്, നമ്മൾ FIFA ഒക്കെ കളിക്കും, ഇതൊക്കെ കാണിച്ചു കൊടുക്കും, രക്ഷയില്ല. പിന്നെ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ ഒരു സ്പെയർ ഫോണുണ്ട്, അതെ അവിടെ ഒരു ഫോൺ ഇരിപ്പുണ്ട്, പോക്കറ്റിൽ ഒരെണ്ണമുണ്ട്. ഇതല്ലായിരുന്നു കേട്ടോ, അന്ന് കുറച്ചുകൂടെ വില കുറഞ്ഞായിരുന്നു, അതാണ് ധരത്തിൽ കൊടുത്തേ. ആ ഫോൺ അവൻ്റെ ഞാൻ കൊടുത്തു. നെറ്റ് വൈഫൈ ഉണ്ട്. അവന് ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് ചെറിയ സങ്കടം, പാകിസ്ഥാൻ ഇന്ത്യ തോപ്പിക്കുന്നൊക്കെ അവൻ കണ്ടുകൊണ്ടിരുന്ന പോട്ടെ. പിന്നെ മനസ്സിന് ആശ്വാസം, സഹജീവി അവനാണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുന്നു. ഇത്രയും സംഭവം സംഭവിച്ച പിന്നെ എനിക്കുണ്ടായ ഗുണം അറിയോ? ഒരു 16 വാർത്താ മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി ഇന്ന് വാർത്ത വന്നു. നിങ്ങൾ ചുമ്മാ കയറി മനോരമ, മാതൃഭൂമി, ഫ്ലവേഴ്സ്, ഏഷ്യാനെറ്റ്, എന്ത് സാധനം എടുത്തു. എൻ്റെ ഫുൾ സ്പെല്ലിങ്ങും കൊറോണയും 2019 വെച്ച് അടിച്ചു, 2019 വെച്ച് അടിച്ചു, അല്ല 20 വെച്ച് അടിച്ചു. ഒരു മിനിമം ന്യൂസ് പീസസ് കിട്ടും. മൊറോക്കോയിൽ കുടുങ്ങി കിടന്ന സുജിത് ഭക്തൻ ഓൺലൈൻ ഇൻ്റർവ്യൂ 1 മണിക്കൂർ. അവർ ഈ സുജിത്തും ബൈജോസ് നായരും തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്ന സമയത്ത് അവർ മൊറോക്കോയിൽ പെട്ട് കിടക്കുമ്പോൾ അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നു. കൂടെ പാകിസ്ഥാനി. എന്തൊക്കെ കഥ വന്നറിയോ? ഞാൻ ഈ പാകിസ്ഥാനിക്ക് എൻ്റെ ഫോൺ ദാനമായി കൊടുത്തു. അപരൻ്റെ വേദനയിൽ മനം നൊന്ന മലയാളി യുവാവ് ഇന്ത്യ ക്രിക്കറ്റിൽ തോക്കുന്നത് കാണാനായിട്ട്, അല്ല
വിഷമം ഉണ്ടായിട്ടും അവൻ അപരൻ്റെ സ്നേഹത്തിൽ അപരൻ്റെ സന്തോഷത്തിന് വേണ്ടി കൊടുക്കുന്നു. ഇതൊക്കെയായിരുന്നു അവസ്ഥ. ഓക്കെ, ഞാൻ വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ ഈസ് ദാറ്റ് എൻ്റെ ഒരു കമ്പനി ഞാൻ 2019 സ്റ്റാർട്ട് ചെയ്യുമ്പം 4 പേര്, 10 മാസം കൊണ്ട് 23 പേര്, ഇൻവെസ്റ്റ്മെൻറ്റ് 2.5 മില്യൺ ദിറംസ്, ഏകദേശം അന്നത്തെ 5.5 കോടി, ഇപ്പോഴത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം 6.5 കോടിക്ക് അടുത്ത് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് 10 മാസം കൊണ്ട് സ്വാഹ. കാരണം റോബോട്ടിക്സ് AI കമ്പനി ഹാർഡ്വെയർ ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അവിടെ ഒരു മലയാളി മലപ്പുറംകാരൻ കണ്ണുടച്ച് കാശ് തന്നു. ഈ കോവിഡിൻ്റെ സമയത്ത് ഇതൊക്കെ രസമായിട്ട് നിങ്ങൾക്ക് തോന്നിയല്ലേ? 8ൻ്റെ പണിയാണ് വന്നുകൊണ്ടിരുന്നത്. എൻ്റെ കമ്പനിയുള്ള ബാക്കി നാട്ടിലുള്ള ഇൻവെസ്റ്റേഴ്സ് പാർട്ട്നേഴ്സ് ഒരു പണി തന്നു. ഞാനറിയാതെ എൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞു, നമ്മുടെ ദുബായിലെ ഇൻവെസ്റ്ററിന് കാശ് തരുന്നില്ല, സോ വി ആർ ക്ലോസിങ് അസോസിയേഷൻ വിത്ത് ദം, നമുക്ക് പിരിയാം. ഞാനവിടെ ഐസൊലേഷൻ സെൻറ്ററിൽ അവിടെ കിടക്കുമ്പോൾ ഇമാതിരി പണി തന്നു. ഇൻവെസ്റ്റർ അലമ്പായി കച്ചറായി എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, സേട്ടാ ഞാൻ തിരിച്ച് വരും, വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. തിരിച്ചെത്തി. എൻ്റെ കമ്പനി യുണീക്ക് വേൾഡ് റോബോട്ടിക്സ് കമ്മിങ് ടു എ സ്റ്റാൻഡ് സ്റ്റിൽ. 2020 മാർച്ച് ഏപ്രിൽ ആയപ്പോഴത്തേക്ക് ഞാനായിട്ട് ഫൗണ്ട് ചെയ്ത കമ്പനിയിൽ നിന്ന് എനിക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ടി വരുന്നു. ഞാൻ ചുമ്മാ തള്ളി മറിക്കുകയല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ രേഖകൾ തരാം. മറ്റേ അതുമായിട്ട് കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. പക്ഷേ സത്യം പറയാം, ഞാൻ തുടങ്ങിയ കമ്പനിയിൽ നിന്ന് എന്നെ പുറത്താക്കുന്നു. 6 മാസം ദുബായിൽ ലിറ്ററലി ഒരു മടിയില്ലാതെ പറയാം പട്ടിണി കിടക്കേണ്ടി വന്നു. KMCC എന്ന് പറഞ്ഞ സംഘടന എല്ലാ മാസവും എല്ലാ ആഴ്ചയും ഫുഡ് കിറ്റ് തരുമായിരുന്നു അവർ. അത് നല്ല സാമാന്യ സൈസുള്ള ഫുഡ് കിറ്റാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊരു 3-4 പേര് താമസിച്ചുകൊണ്ടിരുന്നത്. താമസിക്കുന്ന പ്രശ്നം അറിയോ? വാട്ട് എവർ യു ഏൺ നമ്മൾ നാട്ടിലേക്ക് അയക്കും, അല്ലെ അത് യൂസ് ചെയ്ത് തരും. നല്ല കഷ്ടപ്പെടായിരുന്നു, ലിറ്ററലി സീറോ. അവിടെ പട്ടിണി കിടക്കണമെങ്കിൽ സത്യം പറയാം കാശ് വേണം. പട്ടിണി കിടക്കണമെങ്കിൽ കാശ് വേണം. നാട്ടിലാണെങ്കിൽ നമുക്ക് സ്വന്തം വീട്, അറ്റ്ലീസ്റ്റ് പറമ്പ്, അവിടെ എന്തെങ്കിലും ഒരു കുന്തം കാണും, ഇവിടെ എന്തെങ്കിലും സാധനം കാണും. ഇവിടെ ഒന്നുമില്ല. ഫുഡ് വരെ കിട്ടണമെങ്കിൽ, പട്ടിണി കിടക്കണമെങ്കിൽ കാശ് വേണം എന്നുള്ള അവസ്ഥ. ഞാൻ ഈ 6 മാസത്തിനിടയ്ക്ക് 1 ദിർഹം പോലും സ്പെൻഡ് ചെയ്ത് ഒരു ചൂയിങ്കം പോലും മേടിച്ചിട്ടില്ല. 6 മാസം നൈസ് 8ൻ്റെ പണി. 2021 അഗെയിൻ ഫെബ് ആയപ്പോഴത്തേക്ക് 2020 കഷ്ടപ്പാട് തുടങ്ങി. 21 ഫെബ് ആയപ്പോഴത്തേക്ക് ഐ ഗോട്ട് എൻ ഇമറാത്തി ഇൻവെസ്റ്റർ, ലോക്കൽ ഇൻവെസ്റ്റർ. ഹി ഇൻവെസ്റ്റഡ് അറൌണ്ട് 750,000 ദിർഹം, അഗെയിൻ കമ്മിങ് ടു 1.5 കോടിക്ക് മുകളിൽ. ദെൻ വി ഗോട്ട് എ 1 മോർ ഇൻവെസ്റ്റർ, DC ബുക്സ്. ആസ് ഓൺ ഡേറ്റ് 2020 ഏപ്രിൽ ഞാൻ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 4 പേരായിരുന്നു. 2019 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 4 പേരായിരുന്നു. 2020 ഇനീഷ്യൽ ബ്രേക്ക് എടുക്കുമ്പോഴത്തേക്ക് 23 പേര് സീറോയിലേക്ക് വന്നു. 1 വർഷം കഴിഞ്ഞ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. ഇന്ന് വി ഹാവ് 3 companies placed in Dubai, placed in India with 87 employees and somewhere around 17 crore an annual turnover. So this was my journey from 2019. കേരളത്തിൽ നിന്ന് ഇവിടുന്ന് പോയി UAE സ്റ്റാർട്ട് ചെയ്തു. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഓവർ ഹിയർ ഈസ് ദാറ്റ് ഇത് ഞാൻ അമൽജ്യോതിൽ എഞ്ചിനീയറിംഗ് പഠിച്ചേ. നമ്മൾ പഠിച്ച ടെക് സ്കിൽസിൽ നിന്നല്ല ഈ ലൈഫിലേക്കുള്ള ഈ കുറേ കാര്യങ്ങൾ നമ്മൾ ഏൺ ചെയ്തെടുത്തേ. കഷ്ടപ്പാട് തന്നെയാണ്. സോ വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു ഇസ് ദാറ്റ് ഇപ്പം ഈ മാറി വരുന്ന ലോകത്തിൽ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് യു ഹാവ് ടു ഡു. ഇപ്പം ഞങ്ങളായിരിക്കുന്നത് ഒരു STEM ഡൊമൈനിലാണ്. വി ആർ ലിറ്ററലി സീയിങ് നമ്മുടെ നാട്ടിലെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് പഠിക്കുന്ന പല കാര്യങ്ങളും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ദേ ആർ ഡൂയിങ് ഹാൻഡ്സ് ഓൺ. സോ വെൻ സ്കിൽവേഴ്സിറ്റി പോലുള്ള ഓർഗനൈസേഷൻസ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പം മൈ സിമ്പിൾ സജഷൻ ടു യു ഇസ് ദാറ്റ് യു ഹാവ് ടു ഡെവലപ്പ് യുവർ ഓൺ പ്രൊഫൈൽ ബൈ ഡൂയിങ് തിങ്സ് ബൈ യുവർ സെൽഫ്. അത് ഡിഗ്രി വേണ്ട എന്നുള്ള ചിന്തയിലേക്കല്ല. ഐ സ്ട്രോങ്ലി ബിലീവ് ഇവൻ അജാസിൻ്റെ ഒക്കെ കോൺസെപ്റ്റ് നിങ്ങൾ ഡിഗ്രി വേണ്ടെന്നല്ല. യുടെ ഒരു കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇഫ് യു വോണ്ട് ടു ബിക്കം എ മാനേജർ യു വാണ്ട് ടു ഹാവ് എ ഡിഗ്രി, അത് വേണം. ബിക്കോസ് ആ ഡോക്യുമെൻറ്റേഷൻ ഇല്ല എങ്കിൽ വിസ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. ഐ മീൻ മാനേജർ ലെവലിലോ എഞ്ചിനീയർ ലെവലിലോ ഒന്നും വിസ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡിഗ്രി ഉള്ളതുകൊണ്ട് എല്ലാം ആയെന്നല്ല. ആസ് ഈസ് റൈറ്റ്ലി സെഡ്, നിങ്ങൾ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് മാറണം. സോ ലിറ്ററലി ഐ ഹാവ് സ്റ്റുഡൻസ് ഹു ആർ ഇൻ 12-13 വയസ്സ് ഹു മേക്സ് റോബോട്ട്സ്. നമ്മളിവിടെ കാണുന്ന ഈ സ്റ്റാർട്ടപ്പ് മിഷൻ ആയതുകൊണ്ട് പറയാം, ഇവിടെ ഉണ്ടായിരുന്ന പല റോബോട്ടിക്സ് കമ്പനി ബിൽഡ് ചെയ്യുന്ന ഹ്യൂമനോയിഡ്സ് 11-12-13 വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മളായിരിക്കുന്നത്. അത് റോബോട്ടിക്സിന് മാത്രമല്ല. ഇപ്പം നമ്മൾ കേരളത്തിലെ ഒരു ചെറുപ്പക്കാരനെ AI ഡൊമൈനിൽ നമ്മൾ ഒത്തിരി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ആ പേരറിയോ? റൗൾ അജു ജോൺ. കണ്ണാടിയൊക്കെ വെച്ചൊരു കൊച്ചു പയ്യൻ വന്നിട്ട് ഹൈ എനർജറ്റിക്കോടുകൂടി സംസാരിക്കുന്ന ഇന്ത്യ ടുഡേ ഒക്കെ കോൺക്ലേവ് നടത്തിയപ്പോൾ ഹി വാസ് വൺ ഓഫ് ദി മെയിൻ സ്പീക്കർ. സോ വാട്ട് ഈസ് ഹിസ് ഡിഗ്രി? Nothing.
ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സ്കിൽ ദറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട്. സോ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളായിട്ട് എഫേർട്ട് എടുക്കണം. ഒബ്വിയസ്ലി അതിനൊരു സ്ട്രക്ചർ പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നത് നല്ലതാണ്, വിച്ച് ഐ ഹാവ് സീൻ many organizations are capable of doing it. When I say this, when someone introduced me, Ardha introduced me, I don't know whether you understood that program. There is something called First Global Challenge. നിങ്ങൾക്ക് പോയി ഗൂഗിൾ സെർച്ച് ചെയ്യാം. ദിസ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഫോർ STEM പ്രോഗ്രാംസ്. അവരുടെ ഒരു വർഷത്തെ ആനുവൽ ടേൺ ഓവർ ഇസ് സംവെയർ അറൗണ്ട് $86 million. Funded by companies like, you name any Forbes 500 companies, out of which 300 companies are part of it. Latest entrant is OpenAI. SpaceX, search it though, they are one of the sponsors. NASA is funding this organization called First $1 million on an annual basis for the last 8 or 10 years. Every year they give $80 million scholarships to students. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പ്യുവർ high-end tech companies എല്ലാം which has an orientation in US. ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ വെസ്റ്റേൺ കൺട്രീസിൽ ബേസ് ഉള്ള എല്ലാ കമ്പനീസും, യു ടോക്ക് അബൌട്ട് ASML, യു ടോക്ക് അബൌട്ട് Intel, യു ടോക്ക് അബൌട്ട് Microsoft, Amazon, any big company you talk about, they are part of this organization. അതിന് 192 വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ഈ കോമ്പറ്റീഷൻ വന്നു. ഇത് നല്ല അഹങ്കാരമൊന്നുമല്ല, അവൻ പ്രൗഡ് മൊമെൻറ്റിൽ പറയാം, we came first in the whole world. ചെറിയ സങ്കടം, I didn't represent India, I represented UAE. Unfortunately, നമ്മൾ ഇന്ത്യയും when we competed, we defeated India, but again, it's a competition, take in that spirit. We were first, India were 21, US were like 30, 35, അങ്ങനെ 192 different countries, and we officially represented that country. So what I'm trying to tell is that students who are doing that, they have the skill. ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഓക്കെ, ഫോർഗെറ്റ് അബൌട്ട് ലൈക്ക് എനി ഇൻസ്റ്റിറ്റ്യൂട്ട്. I also run an institute. അത് വിട്. നിങ്ങളുടെ മുമ്പിൽ സ്റ്റാർട്ടപ്പ് മിഷൻ ഇസ് ദെയർ, മെനി ഓർഗനൈസേഷൻസ് ആർ ദെയർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡൊമൈൻ ഏതാണോ ആ ഡൊമൈനിൽ ഹാവ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, ഹാവ് ഹാൻഡ്സ് ഓൺ സ്കിൽസ്. ഇതൊരുത്തരും എടുത്തു കളയാൻ പറ്റില്ല. എത്ര AI യൂസ് ചെയ്ത് അവർ കോപ്പി ചെയ്യാൻ ശ്രമിച്ചാലും യുവർ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വിൽ നെവർ ബി റീപ്ലേസ്ഡ് ബൈ എനിത്തിങ്. സോ please make sure that you get into that. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ലൈക്ക് ദീസ് ഇവൻറ്റ്സ്, മീറ്റ് പീപ്പിൾ, ഗെറ്റ് നെറ്റ്വർക്ക്ഡ്. എന്നെ സംബന്ധിച്ചോളം ഐ സ്ട്രോങ്ലി ബിലീവ് വെൻ ഐ വാസ് ഇൻ കോളേജിൽ കയറിയതിനേക്കാളും കൂടുതൽ പുറത്ത് പോകാനും ചെയ്തേ. ഡു സെയിം തിങ് ഇൻ ദ സെൻസ്, നിങ്ങൾ കോളേജിൽ പോവുക, ബട്ട് ലൈക്ക് ട്രൈ എക്സ്പ്ലോറിങ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ആൾക്കാരെ മീറ്റ് ചെയ്യുക, മേക്ക് യൂസ് ഓഫ് യുവർ സ്കിൽ, മേക്ക് യൂസ് ഓഫ് യുവർ ഓപ്പർച്യൂണിറ്റി. ആ ഓപ്പർച്യൂണിറ്റി മാക്സിമം ഗ്രാബ് ചെയ്യുക. ടെക് ഇവോൾവിംഗ് ആണ്, ഞാനൊരു ടെക്കിലേക്ക് മാത്രം വരുന്നില്ല, ബട്ട് ആസ് വി ഓൾ നോ, റോബോട്ടിക്സ്, AI, സ്പേസ് ടെക്, ദാറ്റ്സ് ദ ഡൊമൈൻ ദറ്റ് വി ആർ വർക്കിംഗ് വിത്ത്. അടുത്തിടെ again we had a privilege to bring a small person to Kerala ഒരു 3 weeks before, again that you can search. That lady came for only one private event, that was our company's launch in Calicut, and she came to KLF for 4 days. Yes, you can search in Unique World Robotics Instagram page. I hosted her 2 years before in Dubai. സുനിത സണ്ണി, സുനിത വില്യംസിനെ സണ്ണി എന്ന് വിളിക്കും കേട്ടോ ഞങ്ങൾ. കറക്റ്റ്, സുനിത വില്യംസ്. സോ ഷീ ഈസ് നോർമലി നോൺ ആസ്, ഓക്കെ, ഷീ വാസ് ഹിയർ ഇൻ, നിങ്ങൾക്ക് വിചാരിക്കാൻ ഈ കോഴിക്കോട് ഡൽഹി വന്നിട്ട് KLF അല്ല, വി ബ്രോട്ട് ഹെർ. 2 വർഷം മുമ്പ് ഷീ committed that she'll be coming to Kerala, but unfortunately നിങ്ങൾക്കറിയാലോ 8 ദിവസത്തെ ഒരു പരിപാടിക്ക് പോയി, നൈസായിട്ട് പെട്ടു. 9 മാസം ആലോചിച്ച് നോക്കി. ചുമ്മാ 8 ദിവസത്തെ സ്പേസ് ട്രിപ്പിന് പോയതാണ്, 9 മാസം ലോക്ക്. പക്ഷേ ആ 9 മാസം, that's what I'm going to tell, she made more than 1,100 plus experiments in the ISS, International Space Station. മറ്റേ ISS അല്ല, ദിസ് ഇസ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, വിച്ച് ഇസ് ഗോയിങ് ടു ബി ഡിസ്മാൻഡിൽഡ് വെരി സൂൺ. കാരണം ഇത്ര വർഷം കഴിയുമ്പോഴത്തേക്ക് ഡിസ്മാൻഡിൽ ചെയ്യും. വി ബ്രോട്ട് ഹർ ഹിയർ, ഷി വാസ് ദെയർ ഫോർ KLF 4 days. 5 സെഷൻ ഉണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം സെൻസേഷൻ ആയിരുന്നു. നിങ്ങൾ കാണാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ആയിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും അത് കാണാത്ത. അല്ലെങ്കിൽ അമ്മാതിരി വൈറാലിറ്റി കിട്ടിയൊരു സാധനമായിരുന്നു. പക്ഷേ
മലയാളിയുടെ ഒരു നല്ല ആറ്റിറ്റ്യൂഡ് ഞാൻ കാണിച്ചു തരാം. ഒരു മീഡിയയും ഞാൻ പേര് പറയത്തില്ല. എത്ര മലയാളം മീഡിയയിൽ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പെട്ട ഇൻ്റർവ്യൂ വന്നു വായിച്ചിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും സുനിത വില്യംസിൻ്റെ ഇത്തവണത്തെ? ഇല്ല. ഇതാണ് നമ്മുടെ കോണം. പുള്ളിക്കാരി ഇവിടെ വരുന്നു എന്നുള്ളത് ഞങ്ങളൊരു സ്പോൺസറെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് റിവീൽ ചെയ്യും. കാശ് വേണം പരിപാടി നടത്താൻ. റിവീൽ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു മീഡിയയ്ക്ക് ന്യൂസ് ലീക്ക് ചെയ്യുന്നു. ഈ മീഡിയക്കാർ എന്താ ചെയ്യുന്നറിയോ? ഈ KLF ഓർഗനൈസ് ചെയ്യുന്ന ആരാ? കേരള ഗവൺമെൻറ് അല്ല, DC ബുക്സ് ഓൺ ചെയ്യുന്നതാണ് KLF. അപ്പം ഞങ്ങൾക്കും DC ബുക്സ് എന്ന് വെച്ചാൽ DC ബുക്സ് ഈസ് മൈ ഇൻവെസ്റ്റർ ഓൾസോ. ഐ ഹാവ് ഫുൾ ആക്സസ് ഇൻ ദോസ് തിങ്സ്. ഒറ്റ മീഡിയ DC ബുക്സ് എന്നുള്ള പേര് വിട്ടേക്ക് KLFിൻ്റെ ഓർഗനൈസേഴ്സിനെ കോൺടാക്ട് ചെയ്തില്ല. പകരം എന്ത് ചെയ്യുന്നറിയോ? നേരിട്ട് നാസയ്ക്ക് മേലെ വെച്ചു. സുനിതാലും നാട്ടിൽ വരുന്നില്ലേ, ഞങ്ങളുടെ ഒരു പരിപാടിക്ക് കിട്ടുമെന്ന്. കാരണം നമ്മൾ ഭയങ്കര കൊളാബറേഷൻ്റെ ആൾക്കാരാണല്ലോ. ഒരു കാര്യം പറയാം, ഐ എം വെരി സാഡ് ടു സേ ദിസ്, വളരെ ചുരുക്കമാണ് നമ്മൾ ആസ് എ ഗ്രൂപ്പ് പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നത്. ഈ കൊളാബറേഷൻ ഈസ് ദ കീ. In robotics also there is something called collaborative robots. Human machine collaboration is going to happen. ഇവിടെ മനുഷ്യനെ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിനേക്കാൾ ഇനി ഭേദം റോബോട്ട്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാന്നുള്ള. നോട്ട് ഈവൻ സിംഗിൾ മേജർ മീഡിയ ഇൻ മലയാളം could take her interview because they had that mindset not to ask. മലയാളി ഓർഗനൈസ് ചെയ്യുന്നതിനെ പറ്റി ചോദിക്കാൻ പാടില്ലല്ലോ. But you might have seen, എപ്പോഴും പേര് പറഞ്ഞു, there is an entrepreneur who do podcast. What is his name? Start with R. Sir, I mean, I forgot his name. പുള്ളിയുടെ ഒരു പോഡ്കാസ്റ്റ് യു മൈറ്റ് ഹാവ് സീൻ, ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട്. കേരളത്തിൽ 6-7 ദിവസം ഉണ്ടായിരുന്നു. ഫ്രം കാലിക്കറ്റ് ഷീ വെന്റ് ടു ട്രിവാൻഡ്രം, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, അവിടെ IISTയിലും സെഷൻ ഉണ്ടായിരുന്നു. ദെൻ ഷീ ഫ്ലൂ ബാക്ക് ടു US. നോട്ട് ഇവൻ എ സിംഗിൾ മലയാളം മീഡിയ കുഡ് ഡു ആൻ ഇൻ്റർവ്യൂ. നമ്മൾ കൊടുക്കാഞ്ഞിട്ടല്ല. I hosted her for 3-4 hours. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. We had lunch together. She was there for the session. So this is one of our problems. So what I'm trying to tell you is that make yourself sure that you develop your skills, plus collaborate, make use of the opportunity. So all the very best. ഇതൊക്കെ ചെയ്യാൻ പറ്റിയാൽ, trust me, you are going to be the most successful people in and around our place. Wishing you all the very best. Thank you. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ? ഫസ്റ്റ് ഓഫ് ഓൾ പട്ടിണി ദാരിദ്ര്യം ജീവിതത്തിൽ നിലനിൽക്കണം. ഞാൻ 2010 എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് 2018 വരെ പുകുന്ത് വിളയാടായിരുന്നു. ഇൻ ദ സെൻസ്, ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം 15,000-20,000 വരെ മേടിക്കുന്ന ഒരു പീക്കിലേക്ക് എത്തിയായിരുന്നു. ആലോചിച്ച് നോക്കിയേ, 15,000 രൂപ 10 ദിവസം പണി എടുത്താൽ മതി. 2018 കാര്യം പറയുന്നത്. വെറുതെ ഇരിക്കാം, ബാക്കി ദിവസം അർമാദിക്കാം, വേറെ ചിലവൊന്നുമില്ലല്ലോ. അവിടെ നിന്ന് ഇതെല്ലാം ഇട്ട് കളഞ്ഞിട്ട് എൻ്റെ അഹങ്കാരത്തിന്, എൻ്റെ കുന്തളിപ്പിന് ഞാൻ ദുബായിക്ക് പോയതാ. അവിടെ പോയി കുറേ കാശ് പെട്ടെന്ന് ഉണ്ടാക്കാൻ തിരിച്ചു വരാമെന്ന്. ഇവിടെയുള്ള കണക്ഷൻസൊക്കെ നമ്മളൊരു ഒരു കാര്യം ഓർത്തോണേ, ഈ 2018 വരെ ഇവിടെ നല്ല രീതിയിൽ പ്രോഗ്രാംസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ തിരിച്ച് ദുബായി പോയി ഒരു 2 വർഷം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമുക്ക് ആ സ്പേസ് നഷ്ടപ്പെടും. കാരണം ലൈഫിൽ നമ്മളൊക്കെ ചിന്തിക്കും, എനിക്ക് ശേഷം പ്രളയമാണെന്ന്. ഒരു കുന്തവും ഇല്ല. ഞാൻ പോയാൽ എന്നേക്കാളും കൊള്ളാവുന്നവരുടെ വരുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. സോ മൈ ഇൻസ്പിറേഷൻ വാസ്, എനിക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകണമെങ്കിൽ ഇവിടെ സെറ്റാവണം. പിടിച്ചു നിന്നു 6 മാസം. പട്ടിണിക്ക് പട്ടിണി, KMCCയുടെ ഫുഡ് കിറ്റ് സ്റ്റിക്ക് ഓൺ ചെയ്തു. പിന്നെ ഓപ്പർച്യൂണിറ്റി തേടിപ്പോയി. ആൾക്കാരോട് ചോദിച്ചു കാരണം ആ ഓപ്പർച്യൂണിറ്റി ഞാൻ എങ്ങനെ വിറ്റെന്ന് പറയാം. 2.5 കോടിക്കാണല്ലോ നമ്മൾ കമ്പനി, 2.5 മില്യൺ ദിർഹംസിനാണല്ലോ കമ്പനി എല്ലാം സെറ്റപ്പ് ചെയ്തത്. ഞാൻ ഇൻവെസ്റ്ററോട് പറഞ്ഞു, ദർസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. 2.5 മില്യണിൻ്റെ കമ്പനി നമുക്ക് 1/5 ചെലവ് കിട്ടും, 1/5 ഇത് കിട്ടും. ഗതികേട് ആലോചിച്ചോണേ. അതിൽ ഈ എമറാത്തി വീണു എന്നല്ല, ഹീ ഗോട്ട് കൺവിൻസ്ഡ്, ഹീ ഇൻവെസ്റ്റഡ്. സോ പട്ടിണി അടക്കാനുള്ള താല്പര്യക്കുറവാണ് ഒരു ഇൻസ്പിറേഷൻ. പിന്നെ ദിസ് വാസ് മൈ പാഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഐ ലവ് വർക്കിംഗ് വിത്ത് സ്റ്റുഡൻസ്, യങ്സ്റ്റേഴ്സ്. ടെക്നിക്കലി ഐ ഡോണ്ട് ലൈക്ക് എഞ്ചിനീയറിംഗ്. ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത്. താരേ സമീൻപറിലെ ആ പയ്യൻ്റെ അവസ്ഥയാണ് ഇപ്പോഴും എനിക്ക്. മറ്റേ ഡയോഡൊക്കെ പൊങ്ങുമ്പോഴത്തേക്ക് ആ അവസ്ഥയാണ്. എൻ്റെ ടീച്ചറൊക്കെ റോബോട്ടിക്സ് കമ്പനി ഞാൻ നടത്തുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സിന് പോയ സമയത്ത്
അവരുടെ മുഖത്തെ ഭാവം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവരൊന്നും ഒരു കാലത്തും ഇലക്ട്രോണിക്സ് ഗുണം പിടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞെടുത്ത് ദേ ഹാഡ് ടു അറ്റൻഡ് ഒരു 2 മണിക്കൂർ. ഓർത്തോണം, ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ തെറ്റിൻ്റെയും ഫലം നമ്മൾ ഇവിടെ തന്നെ അനുഭവിക്കേണ്ടി വരും. ഓക്കെ, സോ ദാറ്റ് വാസ് മൈ ഇൻസ്പിറേഷൻ. ഡിയ പിടിച്ചു നിൽക്കുക ജീവിതത്തിൽ. വേറെ എന്തെങ്കിലും? റോബോട്ടിക്സ് എങ്ങനെയായിരിക്കും അവരുടെ ഒരു പ്രൊഫഷണലി എങ്ങനെയായിരിക്കും അവരുടെ ജോബ്സ് they are supposed to enter? സോ ഇവിടെ ഇപ്പം ലോട്ട് ഓഫ് ഒത്തിരി ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സിമ്പിളായിട്ട് പറയാം, എനി മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി, ഹ്യൂജ് വർക്കുള്ള റെപ്പറ്റേറ്റീവ് ജോബ്സ് ഉള്ള ഏത് പണിയും ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഓട്ടോമേഷൻ ഇസ് ആയിക്കൊണ്ടിരിക്കുകയെന്നല്ല, കുറേ ആയി. ആൻഡ് ദാറ്റ് ഈസ് ബിക്കമിങ് വെരി ഇൻ്റലിജൻറ്റ് ഓൾസോ. ഈ റോബോട്ടിക്സ് ആൻഡ് AI ഒരു കോമ്പിനേഷനിൽ നിങ്ങൾക്ക് ഒരു നോളജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാൽ തന്നെ എല്ലാവരും ടെക് ഡൊമൈനിലേക്ക് പോകണമെന്ന് ഞാൻ പറയുന്നില്ല, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. പക്ഷേ ഇഫ് യു ക്യാൻ ഡു ലോട്ട് ഓഫ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ദാറ്റ് വിൽ ഹെൽപ്പ് യു. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് ദോസ് സർട്ടിഫിക്കേഷൻ ഷുഡ് ബി ഹാൻഡ്സ് ഓൺ. അതായത് ഇപ്പം there's a Kerala company which is based out of Kochi. അവർ ബെൻസ്, BMW, ഫോക്സ്വാഗൻ, ടെസ്ല ഉൾപ്പെടെയുള്ള ഓട്ടോമോട്ടീവ് മാനുഫാക്ചറിങ് കമ്പനീസിൻ്റെ ഓട്ടോമേഷൻ കേരളത്തിൽ കൊച്ചിയിൽ നിന്ന് ചെയ്യുന്നുണ്ട്. നമ്മളാരും അറിയാൻ ഒരു വഴിയില്ല, അങ്ങനെയാണ്. അവർ യൂസ് ചെയ്യുന്ന സിസ്റ്റം ദേ ഹാവ് ഇംപ്ലിമെൻറ്റഡ് ഇൻ കൊച്ചി. ദേ റൺ ഇൻറ്റേൺഷിപ്സ്. ഇങ്ങനെയുള്ള ഓർഗനൈസേഷനിൽ ഹാൻഡ്സ് ഓൺ ഇൻറ്റേൺഷിപ്സ് ചെയ്യാൻ പറ്റിയാൽ then they can easily work in these kind of companies. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന റോബോട്ടിക് ആംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ ആംസ് വെച്ചിട്ടുള്ള കുറേ ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മുടെ നാട്ടിലാണ്. ട്രെയിനിങ് എന്ന് ഉദ്ദേശിച്ചത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ്, ABBയുടെ അല്ലെങ്കിൽ എനി കമ്പനീസ്, ഫണൂക്കിൻ്റെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇഫ് യു ആർ വെൽവേഴ്സ് ഇൻ ഫണൂക്ക് യു ക്യാൻ ഡു ഇറ്റ് ഇൻ ABB ഓൾസോ. സോ ആ രീതിയിൽ ഹാൻഡ്സ് ഓൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പലപ്പോഴും നമ്മുടെ ഡിഗ്രിയിൽ അൺഫോർച്ചുനേറ്റ്ലി സംഭവിക്കുന്നത്, നമ്മൾ ഈ രൂപക്കൂട്ടിൽ വിശുദ്ധനിരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ അമ്പലത്തിലകത്ത് ആ ഡേറ്റ് വെക്കുന്ന പോലെയോ ഒരു സാധനം അവിടെ കാണും, ആ ടീച്ചർ ഒന്ന് കാണിച്ചു തരും, പിന്നെ ഈ സാധനം നിങ്ങൾ ഒരിക്കലായിരിക്കും ഒന്ന് തൊട്ട് തലോടി പോയേക്കുന്നത്. മേക്ക് യു ഹാൻഡ്സ് ഡേർട്ട്, ദെൻ യു വിൽ ലേൺ റോബോട്ടിക്സ്. അതെനിക്ക് പറയാനുള്ളൂ. ലുക്ക് അറൗണ്ട്, കൊച്ചിയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ചെയ്തെടുക്കുക. ഇവിടെ നിങ്ങൾക്ക് അത്രയും ഓപ്പർച്യൂണിറ്റി കിട്ടില്ലെങ്കിൽ സ്ലോലി മൂവ് ടു ബാംഗ്ലൂർ പോയാൽ കുറച്ചുകൂടെ ഈ ഇൻഡസ്ട്രിയൽ ഗ്രേഡ് കമ്പനീസ് ഉണ്ടാവും. അവിടെയൊക്കെ ഇൻറ്റേൺഷിപ്സ് വേണോ, യു ക്യാൻ ഡയറക്ട്ലി അപ്രോച്ച് ദം, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ദാറ്റ് നോളജ്. അത് ഞാൻ ആദ്യം പറഞ്ഞ്, മേക്ക് യുവർ സെൽഫ് ഡു ഫ്യൂ തിങ്സ്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. അങ്ങനെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈവൻ യു ക്യാൻ ഓൾസോ തിങ്ക് ഓഫ് ലൈക്ക് ഹാവിങ് സംതിങ് വിത്ത് സ്കിൽവേഴ്സിറ്റി. So create a platform, create a small lab for people like them. അവർക്ക് ഹാൻഡ്സ് ഓൺ കൊടുക്കുക. കാരണം ഡയറക്റ്റ്ലി ഇപ്പോൾ ഈ ഹാൻഡ്സ് ഓൺ നോളജ് ഇല്ലാതെ നേരെ ഇത്തരം കമ്പനീസ് ഒന്നും ഇവരെ ഇൻറ്റേൺഷിപ്പിന് എടുക്കില്ല. കോളേജിൽ പഠിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ അറിയില്ല, ഇപ്പോൾ KTU അല്ലെങ്കിൽ NEPയുടെ ഒക്കെ പോളിസി പ്രകാരം ഇൻറ്റേൺഷിപ്സ് മാൻഡേറ്ററിയാണ്. അതുകൊണ്ട് എന്താ, ഇൻറ്റേൺഷിപ്പ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഇഷ്ടംപോലെ കമ്പനീസ് കൊച്ചിയിലുണ്ട്. ഇൻറ്റേൺഷിപ്സ് വിൽക്കുന്നവരുണ്ട്. ആ ഇൻറ്റേൺഷിപ്സിനെ പറ്റി അല്ല ഞാൻ പറയുന്നത്. നമുക്ക് റിയൽ ഹാൻഡ്സ് ഓൺ പ്രൊജക്ട്സ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്യണം. സോ ഇഫ് യു ക്യാൻ ഡു ഇറ്റ്, ദാറ്റ് വിൽ ടേക്ക് യു ടു ദി നെക്സ്റ്റ് ലെവൽ. അങ്ങനെ ഒത്തിരി കമ്പനീസ് വി ഹാവ് ഇൻ മാർക്കറ്റ്. ദർ ഇസ് എ ജർമ്മൻ കമ്പനി കോൾ അജൈൽ റോബോട്ടിക്സ്. അവർ ബാംഗ്ലൂർ അവരുടെ പുതിയ ഇൻഫ്ര സ്റ്റാർട്ട് ചെയ്തു. വി ആർ ടൈഡ് അപ്പ് വിത്ത് ദം. ഇഫ് യു വാണ്ട് ഇൻട്രസ്റ്റഡ്, വി ക്യാൻ ഷുവർലി കണക്ട് യു വിത്ത് ദോസ് കൈൻഡ് ഓഫ് ബിഗ് എൻറ്റിറ്റീസ്. ബട്ട് ഗെറ്റ് യുവർ ഹാൻഡ് ഡേർട്ടി, then you will get into this domain. Yeah. So what was your thought at the failure time that you started your company, and what all skills you upgraded at that time? Okay, so at that point of time, ഇപ്പം ഞാൻ തമാശക്ക് പറഞ്ഞല്ല, എനിക്ക് ഈ ഡൊമൈൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ബട്ട് വൺ തിങ് ഐ അണ്ടർസ്റ്റുഡ്, ഐ എം ലിറ്റിൽ ഏർലി. ഈ ഫെയിലിയറിൻ്റെ, ഇപ്പം ഞാൻ നാട്ടിൽ അന്നത്തെ കൊറോണ മാത്രമല്ല ഫെയിലിയറിന് ഒരു കാര്യം, ഐ വാസ് ലിറ്റിൽ ഏർലി ഓൾസോ. ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഈ കഥ വായിച്ചിട്ടുണ്ടാവും, കുറേ കേട്ടിട്ടുണ്ടാവും. ഈ ഷൂ വിൽക്കാൻ പോകുന്നതല്ല, ആഫ്രിക്കയിൽ പോയപ്പം ഷൂ വിറ്റ് പോവില്ല കാരണം അവർ ചപ്പൽ പോലും ഇടുന്നില്ല എന്ന് പറയുന്ന ഒരു ആംഗിളിൽ നിന്ന് തൃശ്ശൂർ ഞങ്ങൾ തുടങ്ങിയപ്പം ആർക്കും അറിയത്തില്ല. ബട്ട് ദാറ്റ് വാസ് അവർ അഡ്വാൻറ്റേജ്. ആൾക്കാർക്ക് അറിയണ്ട. സോ എന്നെ സംബന്ധിച്ചോളം ആ ഫെയിലിയർ മൊമെൻറ്റ് വന്ന സമയത്ത്, ആസ് എ സെഡ് ടു ഹിസ് ക്വസ്റ്റൻ ഓൾസോ, ഇതാണ് എൻ്റെ പാത്ത് എന്ന് ഞാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പാഷൻ ഉണ്ട് എനിക്കതിനകത്ത്. യെസ്. ദെൻ ദ നെക്സ്റ്റ് തിങ് ഈസ് ദാറ്റ് എനിക്കിതിൽ നിലനിൽക്കണം. ഐ വാസ് വെരി ഡിറ്റർമൈൻഡ്. സോ ഞാൻ ഡെവലപ്പ് ചെയ്ത സ്കിൽ എന്ന് വെച്ചാൽ, എനിക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ടും ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ലോട്ട് ഓഫ് തിങ്സ് ഇൻ ദിസ് ഡൊമൈൻ.
അതായത് ഞാൻ പ്യുവർലി ടെക്കിലേക്ക് മാത്രമല്ല ഫോക്കസ് ചെയ്തത്, എനിക്കിതിനെ ഡെവലപ്പ് ചെയ്യണമല്ലോ. സോ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഐ സ്റ്റാർട്ടഡ് ലൈക്ക് ഇൻട്രാക്ടിങ് വിത്ത് ലോട്ട് ഓഫ് പീപ്പിൾ. സി, ഞാനൊരു ബുക്ക് പേഴ്സൺ അല്ല. ഒരു പർട്ടിക്കുലർ ബുക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കോഴ്സ് പഠിക്കുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ സ്കില്ലെന്ന് പറയുന്നത് ഇത് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്പർ ഓഫ് പീപ്പിൾ. എനിക്ക് ദുബായ് അതിനൊരു നല്ല ഗുണമായിരുന്നു. ഇപ്പം കേരളത്തിൽ ഇല്ലെന്നല്ല, ദുബായിക്ക് നിങ്ങൾക്കറിയാലോ, വി ഹാവ് അറൗണ്ട് 10+ million people. 10-11. Can you guess how many companies are there in UAE? 10 million ആൾക്കാർ ജീവിക്കുന്ന സ്ഥലത്ത് എത്ര കമ്പനീസ് കാണും? ഗസ്. 10 million ആൾക്കാരെന്ന് വെച്ചാൽ 1 കോടി ആൾക്കാർ. 1 കോടി ആൾക്കാർ ജീവിക്കുന്നത് എത്ര കമ്പനി കാണും? 21 ലക്ഷം കമ്പനി. 1 in every 5 person is an entrepreneur. Statistically. സംഭവം അതല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജോയ് അലുക്കാസ്, ഹി ഹാസ് 42 കമ്പനീസ്. ഈ സെയിം ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ലോട്ട് ഓഫ് കമ്പനീസ്. ഞങ്ങൾക്ക് അവിടെ തന്നെ 2 കമ്പനിയുടെ ആവശ്യമുണ്ട്. സോ എൻ്റെ പേര് വിൽ ബി ദർ ഇൻ 2 കമ്പനീസ്. അപ്പം അങ്ങനെ കാണുമെന്ന് വെച്ചു. എന്നാലും ഐ ഹാവ് ലോട്ട് ഓഫ് പീപ്പിൾ ഔട്ട് ദെയർ. ഈ സക്സസ് ഫെയിലിയർ സ്റ്റോറീസ് ഉണ്ട്. അവരിൽ നിന്നുള്ള ഇൻട്രാക്ഷനാണ് വിച്ച് ഹെൽപ്പ് മീ ടു ഗോ ഫോർദർ. സ്പെസിഫിക് ആയിട്ട് ഒരു സിംഗിൾ പ്രോഗ്രാമിലേക്ക് ഞാൻ പോയില്ല. എനിത്തിങ് എൽസ്? ഇനി അതർ ക്വസ്റ്റ്യൻ? ഈ റോബോട്ടിക്സ് ടോപ്പിക് ഉണ്ടല്ലോ, ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചപ്പോൾ ടിങ്കറിംഗ് ലാബ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മുടെ ലാപ്ടോപ്പ് അറ്റൽ ടിങ്കറിംഗ് ലാബ്. അപ്പം അതില് ലാപ്ടോപ്പിൽ ഓരോ പ്രോഗ്രാമിൽ വെച്ചിട്ട് ഇതിന്റെ സെൻസറും മോട്ടറും കാര്യങ്ങളെല്ലാം ഒരു ക്ലിപ്പിലൂടെ സെറ്റ് ചെയ്ത് റോബോട്ട്സും അതുപോലെ തന്നെ. നിങ്ങൾ ആർഡിനോ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? ആർഡിനോ ബോർഡ്സ്. ആർഡിനോ യൂനോ. സി, ഓക്കെ, നിങ്ങളതിൻ്റെ ഏറ്റവും ബേസിക് റോ സാധനമാണ് ചെയ്തത്. ഒരു ഒറേറ്ററി സ്കില്ല് പഠിപ്പിക്കുന്നിടത്ത് അവർ കുറേ സയൻറ്റിഫിക് സാധനങ്ങളൊക്കെ പറഞ്ഞു തരും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊക്കെ. പക്ഷേ അതിൻ്റെ കോർ എന്താ? ഭാഷയാണ് അതിൻ്റെ കോറ്, അല്ലേ? അത് മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ. സെയിം വേ ഞാനിപ്പം പറഞ്ഞ കുറേ ഇൻഡസ്ട്രിയൽ ഗ്രേഡ് സാധനങ്ങളുടെ ബേസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഇലക്ട്രോണിക്സും ഡിസൈനും പ്രോഗ്രാമിങ്ങും തന്നെയാണ്. സി, പ്രോഗ്രാമിംഗ്, ഇപ്പോൾ ആൾക്കാർ പ്രോഗ്രാമിങ്ങിൻ്റെ ആവശ്യമില്ല, അത് AI യൂസ് ചെയ്ത് ചെയ്യാം. കറക്റ്റ്. സി, AI പ്ലാറ്റ്ഫോംസ് വിൽ ഗിവ് യു ദ കോഡ്സ്. പക്ഷെ കോഡിങ് വേണമല്ലോ. സോ ഈ ഒരു ബേസ് തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ചെയ്തത് വെൽ വേഴ്സ്ഡ് ആണെങ്കിൽ ഫസ്റ്റ് ഒരു സാധനം വെൽ വേഴ്സ്ഡ് ആകുക. പിന്നെയാണ് ഞാൻ പറഞ്ഞത് നെക്സ്റ്റ് ലെവലിലാണ് നിങ്ങളുടെ ഇഫ് യുവർ ഇൻട്രസ്റ്റ് ഇസ് ഇൻ ടു റോബോട്ടിക്സ്, ഗെറ്റ് ഇൻ ടു എ സീരിയസ് റോബോട്ടിക്സ് ഓർഗനൈസേഷൻ who is doing this. അപ്പോൾ അതിൽ you need to have expertise. ഇപ്പം now you said you have something in Arduino. That simply means that you are a person who knows very well the hardware, അല്ലേ? You use multiple sensors. കുറേ സെൻസേഴ്സ് യൂസ് ചെയ്ത് കാണും, കുറേ മോട്ടോഴ്സ് യൂസ് ചെയ്ത് കാണും, അതിൻ്റെ കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടാവും, Arduino കോഡിങ് ചെയ്തിട്ടുണ്ടാവും. ഇനി അറിയത്തില്ലെങ്കിൽ then just learn that. അങ്ങനെ ലേൺ ചെയ്ത് കഴിഞ്ഞാൽ that's the first step that you're doing. അത് കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള അടുത്തേക്ക് പോകുമ്പം ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ഈസിയായിട്ട് കുറേ പ്രൊജക്ട്സ് ചെയ്യാം. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ പ്രൊജക്ട്സിലേക്ക് കിടക്കുക. ഓപ്പൺ സോഴ്സ് കുറേ ഉണ്ട്. അത് കോപ്പി പേസ്റ്റ് ചെയ്യരുത്. കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കത്തില്ല, നിങ്ങൾ ചെയ്തു എന്ന് വരത്തുള്ളൂ. അവിടെ ചെല്ലുമ്പം വേറെയുള്ളവന്മാരാണ് അവിടെ ഇരിക്കുന്നത്. ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. സോ ട്രൈ ടു ഡു ദീസ് തിങ്സ്. അതിനെ ഡോക്യുമെൻ്റ് ചെയ്യുക. മേക്ക് ഷുവർ ദാറ്റ് യു ഡോക്യുമെൻറ്റ്. സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ഐ ജസ്റ്റ് വോണ്ട് ടു ടെൽ യു. ഈ ഒരു ഡൊമൈനിൽ Any other question? Okay. So, ചോദ്യങ്ങളില്ലാന്ന് തന്നെ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഒരു ടൈമിന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിലും താങ്ക്സ് ഫോർ ദി ഇൻവിറ്റേഷൻ. വിഷിങ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ടെക്ക് വിടരുത്. ഞാനത് വെറുതെ പറയുന്നതല്ല, എല്ലാ ഡൊമൈനിലും. ഞങ്ങളിപ്പം റീസെൻ്റ്ലി ഒരു 3 സെറ്റ് ഓഫ് പള്ളിലച്ചന്മാരെ ഞങ്ങൾ AI പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കള്ളമല്ല, ലിറ്ററലി പള്ളിലച്ചന്മാരെ AI പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് വർക്ക്ഷോപ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. We are making them hands-on. We closely work with മലയാള മനോരമ. അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ വീട്ടമ്മമാരെ നമ്മൾ AI പഠിപ്പിക്കുന്നുണ്ട്. ഓൺലൈൻ ടീച്ചേഴ്സിനെ പഠിപ്പിക്കുന്നുണ്ട്. എവറി ഡൊമൈൻ, എല്ലാ ഡൊമൈനിലും, എവരിവെയർ. ഇതിൻ്റെ സിമ്പിൾ എക്സാമ്പിൾ കണ്ണുടച്ച് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നത് 20-25 years ബാക്ക് കമ്പ്യൂട്ടർ വന്നപ്പം കുറേ പേര് പറഞ്ഞു ഒരു കുന്നോ സംഭവിക്കാൻ പോകുന്നില്ലെന്ന്. സംഭവിച്ചു. വി സോ ദ ചേഞ്ച്. ഇപ്പം നമ്മളാരും പറയത്തില്ല, എനിക്ക് പണ്ട് ഞങ്ങളൊക്കെ റെസ്യൂമേ കേൾക്കുമ്പം സാറിൻ്റെ റെസ്യൂമേ സാർ എഴുതിയിട്ടുണ്ടാവും കമ്പ്യൂട്ടർ സ്കിൽസ്, വേർഡ്, എക്സൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം.
ഇവിടെ എഴുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നിങ്ങൾ ആരിൽ നിന്ന് റെസ്യൂം എഴുതുമോ എനിക്ക് എക്സൽ അറിയാം അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് അറിയാമെന്ന് പറഞ്ഞത് വലിയ അച്ചീവ്മെൻ്റായിട്ട് കരുതുന്ന ഒരു കാലഘട്ടം വന്നേ. അതിപ്പം പറയണ്ട, നാണക്കേടാ. സെയിം തിങ് ഇസ് ഗോണ ഹാപ്പൻ ബിക്കോസ് ഇൻ UAE we made AI mandatory from, we means the government. ഏത് ക്ലാസ് മുതലാണെന്നറിയാമോ? ഗസ്. UAE made it mandatory from kindergarten. LKG തൊട്ട് AI is a mandatory subject from 2025 August onwards. This is the first academic year where AI is mandatory. 2 വർഷം മുമ്പ് ഞാൻ ലുലുവിൻ്റെ സെഷൻ നടക്കുക. 2 പിള്ളേർ ഇതുപോലെ പറയുന്ന ഫ്രണ്ട് വന്നു, സർ ഞങ്ങൾക്ക് കോഡിങ് അറിയാം. ഭയങ്കര സന്തോഷമായി. എങ്ങനെയാണ് പഠിക്കുന്നത്? സർക്കാരിൻ്റെ ലിറ്റിൽ കൈറ്റ്സിലൂടെ. ഏത് ക്ലാസ്സാണ്? ഞാൻ 9ാം ക്ലാസ്സിലാണ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? സാർ എനിക്ക് സ്ക്രാച്ചിൽ ഗെയിം ഉണ്ടാക്കാൻ അറിയാം. ഐ അപ്രീഷിയേറ്റ്, എന്നെ കളിയാക്കുകയല്ല. സ്ക്രാച്ച് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് 5 വയസ്സിലും 6 വയസ്സിലുമാണ്. ഞങ്ങൾ മീൻസ് വലിയ കാര്യമല്ല പറഞ്ഞത്, ലോകത്തുള്ള മിക്ക ആൾക്കാരും ചെയ്യുന്നതാണ് പറഞ്ഞത്. എൻ്റെ മലയാളിയായിട്ടുള്ള അനിയൻ സുഹൃത്ത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുള്ള കുട്ടി വന്ന് അഭിമാനത്തോടെ പറയുന്നു, ഞാൻ സ്ക്രാച്ച് ചെയ്യുന്നു. ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം കേട്ടോ, ഇതൊന്നും കാശ് കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് നമുക്ക് ചുമ്മാ ഡൗൺലോഡ് ചെയ്ത് ചെയ്യുന്ന കാര്യമാണ്. ദിസ് ഈസ് ദി അവസ്ഥ. മാറ്റം വരണം, അത് വേഗത്തിൽ. ഇല്ല എങ്കിൽ പണി നമുക്കാണ് കിട്ടാൻ പോകുന്നത്. പണ്ടും ഈ പണി കിട്ടി, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും സർവീസ് ഇൻഡസ്ട്രി മാത്രം നിൽക്കുന്ന, പ്രൊഡക്റ്റ് ഇൻഡസ്ട്രി നമുക്ക് അധികം മുമ്പോട്ട് പോകാത്തത്. ഈ ടെക്നോളജി മാറണം. ഐ സെഡ് ദിസ് ഇൻ റിപ്പോർട്ടേഴ്സിൻ്റെ ഒരു ബജറ്റ് ചർച്ച ഉണ്ടായിരുന്നു. വെരി ക്ലിയർലി സെഡ്. എനിക്ക് അങ്ങനെ സങ്കടമായിപ്പോയി. തവണത്തെ പൊളിറ്റിക്കൽ അല്ല പറയുന്നത്, കേന്ദ്ര ബജറ്റ്. വൺ തിങ്, മിഷൻ AI നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് പ്രൊജക്റ്റ് ഉണ്ട്. കഴിഞ്ഞ വർഷം 2000 കോടി കൊടുത്തെടുത്ത് ഈ വർഷം 1000 കോടി അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. യു നോ വാട്ട് ചൈന, ഞാൻ കമ്മ്യൂണിസ്റ്റാനല്ല, വാട്ട് ചൈന ഗേവ് ലാസ്റ്റ് ഇയർ ഫോർ AI? 5 lakh crore rupees. And we are talking about 1,000 crore. Japan gave 1 lakh crore rupees for AI. And we live in a global world where we compete with everyone. So, learn tech, do it. Don't be part of it. Build your future. Thank you. So I welcome Benson sir and Ajay sir to hand over a token of appreciation and our love. Sir, please. IMS Skillversity is presenting our token of gratitude. Please give a good round of applause.